നമ്മുടെ കൊച്ചിയിൽ ഈ കഴിഞ്ഞ മാസം ഒരു വൻ മയക്കുമരുന്ന് മാഫിയയെ പിടികൂടപ്പെടുകയുണ്ടായി. അതിൻ്റെ വേരുകൾ പോയിരിക്കുന്നത് തമിഴ്നാട് ഒരു DMK നേതാവിൻ്റെ പേരിൽ, ജാഫർ സാദിഖ് എന്ന് പറഞ്ഞൊരു DMK നേതാവ്. അതിനെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ. ജാഫർ സാദിഖ് എന്ന് പറയുന്നത് ഈ DMK നേതാവ് മാത്രമല്ല, അവിടുത്തെ ഒരു സിനിമ നിർമ്മാതാവാണ്. അയാൾക്ക് JSM പിക്ചേഴ്സ് എന്ന് പറഞ്ഞ സിനിമ നിർമ്മാണ കമ്പനിയുണ്ട്. മങ്കൈ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അയാൾ പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ പ്രശസ്തമായൊരു പടം ഉണ്ടല്ലോ, ഈ പരുത്തിവീരൻ. അതിൻ്റെ സംവിധായകൻ അമീർ സുൽത്താൻ്റെ വലിയ സുഹൃത്താണ് ഇയാൾ. ഈ അമീർ സുൽത്താൻ്റെ കൂടെ ഈ ജാഫർ സാദിഖ് പോയിട്ട് ഡിസംബർ 17 കഴിഞ്ഞ കൊല്ലം 2023 അവർ രണ്ടുപേരും കൂടി സ്റ്റാലിനെ പോയി കണ്ടിരുന്നു, മുഖ്യമന്ത്രി. ഡിസംബർ 17, 2023. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ കൊടുത്തു. അതിന് പുറമെ ഈ ജാഫർ സാദിഖ് എന്ന് പറഞ്ഞ ആൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ദുരിതാശ്വാസത്തിന് എന്ന് പറഞ്ഞിട്ട് ഉദയനിധി സ്റ്റാലിനും 2 ലക്ഷം രൂപ കൊടുത്തു. ഇതൊക്കെ ശരിക്കും ഈ രേഖയായിട്ടുള്ള വിഷ്വലായിട്ടുമൊക്കെയുള്ള കാര്യങ്ങളാണിത്. അപ്പോൾ സിനിമാ രംഗത്തുള്ള ഇയാൾ ആ സ്റ്റാലിനും മകനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇയാൾ DMKയുടെ NRI വിങ്ങിൽ ഭാരവാഹിയുമാണ് ജാഫർ സാദിഖ്. 2.5 കൊല്ലമേ ആയിട്ടുള്ളൂ ഇയാൾ DMKയിൽ ചേർന്നിട്ട്. എന്നിട്ട് ഇപ്പോൾ അമീർ സുൽത്താനാണെങ്കിൽ ഇരൈവൻ മിക പെരിയവൻ എന്ന് പറഞ്ഞാൽ ദൈവം മഹാനാണ് എന്നാണ് ആ ശീർഷകത്തിൻ്റെ അർത്ഥം. ഇരൈവൻ മിക പെരിയവൻ. അത് ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് ഷൂട്ടിങ്ങും ഒക്കെ. അപ്പോൾ ആ അമീർ സുൽത്താനും ഇപ്പോൾ വിവാദത്തിൽ പെട്ടിരിക്കുകയാണ്. ഇയാളുടെ സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് സംവിധായകൻ പരുത്തിവീരൻ്റെ സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് അയാളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ വേണ്ട ശിക്ഷ കൊടുക്കട്ടെ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ബോളിവുഡിലും പല സ്ഥലത്തും ഡ്രഗ് മാഫിയ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സമീർ വാങ്കഡെ എന്ന് പറഞ്ഞ പേര്. ഈ സമീർ വാങ്കഡെയാണ് നമ്മുടെ ആര്യൻ ഖാൻ, ഷാറുഖ് ഖാൻ്റെ മറ്റേ മകനെ പിടിച്ച സമീർ വാങ്കഡെ ഇപ്പോൾ ചെന്നൈയിലാണ്. അദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അദ്ദേഹം ഇപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. അദ്ദേഹം വന്ന് ഷാറുഖ് ഖാന്റെ മകന്റെ കേസ് ഏതാണ്ട് അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. ഇയാള് അത്ര സുഖകരമല്ലാത്തൊരു അവസ്ഥയിൽ വരികയൊക്കെ ചെയ്തിരുന്നു. ഇയാൾ ആവശ്യമില്ലാതെ പിടിച്ചതാണോ എന്നുള്ള സംശയമൊക്കെ വന്നിരുന്നു. ഇപ്പൊ തമിഴ്നാട്ടിൽ ഡയറക്ടർ ജനറൽ ഓഫ് ടാക്സ് പേയേഴ്സ് സർവീസ്, അതിൻ്റെ ഡയറക്ടർ ജനറലായിട്ടാണ് സമീർ വാങ്കഡ വന്നിരിക്കുന്നത്. അപ്പോൾ സമീർ വാങ്കഡ വീണ്ടും പഴയ ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഒക്കെ. അപ്പോൾ ഈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ P. അരവിന്ദൻ, അദ്ദേഹം ഈ സമീർ വാങ്കഡയുടെ തന്നെ ബാച്ചിൽപ്പെട്ട ആളാണ്, IPS. അപ്പോൾ ഈ P. അരവിന്ദൻ കഴിഞ്ഞ ദിവസം ഈ ഫെബ്രുവരി 22 നടന്ന ഒരു ചില സ്റ്റേറ്റുകളിൽ കേരളത്തിൽ കൊച്ചിയിൽ നടന്നിരുന്നു. പല സ്റ്റേറ്റുകളിൽ നടന്ന റെയ്ഡിൽ ഇവിടുന്ന് 8 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ 8 പേരെ അറസ്റ്റ് ചെയ്ത സാഹചര്യമൊക്കെ പറഞ്ഞിട്ട് ഈ P. അരവിന്ദൻ, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ഡാർക്ക് വെബ് എന്ന് പറയുമല്ലോ, അതായത് പബ്ലിക്കിന് കാണാൻ പറ്റാത്ത ഇൻ്റർനെറ്റ് സൈറ്റുകളാണ്. ആ സൈറ്റുകൾ വഴിയാണ് ഇതൊക്കെ വിറ്റുകൊണ്ടിരുന്നത്. ഇത് വിറ്റുകൊണ്ടിരുന്ന ഒരാളെ, സേലം സ്വദേശിയായിട്ടുള്ള ഒരാളെ നേരത്തെ പിടികൂടിയിരുന്നു. ഇത് പിടിച്ചത് ഒക്കെ LSD, അവസാനം പിടിച്ചിരിക്കുന്നത് LSD ആണ്. ആ LSD 1 കോടി രൂപ വില വരുന്ന LSD ആണ് പിടിച്ചിരിക്കുന്നത്. അത്
ബ്ലോട്ടിംഗ് പേപ്പറിലൊക്കെ ഈ സ്റ്റാമ്പ് കേരളത്തിന്റെ കഥ പറഞ്ഞല്ലോ സാറേ. കേരളത്തിൽ ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു 8 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അത് എങ്ങനെ ഈ ലിങ്ക് കൃത്യമായി ഇളക്കി തന്നെ പോയി? അതെന്താണെന്ന് വെച്ചാൽ ഈ ഡ്രഗ് കാർട്ടൽ ജർമ്മനിയിൽ നിന്നൊക്കെ ഈ സംഗതി കടത്തിയിട്ട് ഇത് ഒരു ടീമായിട്ടാണ്, സംഘമായിട്ടാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് പറയുന്നത്. കേരളത്തിൽ 8 പേരെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അത് സേലത്ത് നിന്ന് സപ്ലൈ ചെയ്യുന്ന ഒരാളായിരുന്നു. അയാളെയും കൂടി കൂടിയിട്ട് ആ ലിങ്ക് ഒക്കെ വെച്ച് പോയിട്ടാണ് ഈ നിർമ്മാതാവിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഫെബ്രുവരി 22 പിടിച്ചതും കഴിഞ്ഞ ദിവസം സാദിഖിനെ പിടിച്ചിട്ട് അയാളെ DMK പുറത്താക്കുന്നതും. ഈ സാദിഖിനെ മാത്രമല്ല പുറത്താക്കുന്നത്, അയാളുടെ ഒരു ബന്ധു ഡെപ്യൂട്ടി സെക്രട്ടറി സെൻട്രൽ ചെന്നൈ സോൺ DMK, അതിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്ന ആൾ ഇയാളുടെ അടുത്ത ബന്ധുവാണ്. ജാഫർ മുഹമ്മദ് സലിം എന്നാണ് അയാളുടെ പേര്. അത് ഇയാളുടെ ബന്ധുവാണ്. അപ്പോൾ DMKയിലേക്ക് ശരിക്ക് ഈ ഡ്രഗ് കാർട്ടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ, അവരുടെ പ്രവർത്തകർ DMKയിലേക്കും കൂടി നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന് അണ്ണാമലൈ, അവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഈ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പറഞ്ഞു. അദ്ദേഹം നേരത്തെ പോലീസിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ, അദ്ദേഹത്തിന് ഈ വിവരങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം തമിഴ്നാട് ശരിക്കും അത്തരത്തിലൊരു ഡ്രഗ് മാഫിയയുടെ ഇറ്റ് ഹാസ് ബിക്കം ദി ഡ്രഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് ഈ അണ്ണാമലൈ പറഞ്ഞു. സിനിമാ രംഗം ഉൾപ്പെടെ സിനിമാ രംഗം ഉൾപ്പെടെ അത് കേരളത്തിലെ കാര്യങ്ങളും ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം കേരളത്തിൽ ഇതിൻ്റെ ഈ P. അരവിന്ദൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ചീഫ് കഴിഞ്ഞ ദിവസം ഇട്ടിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, കഞ്ചാവ്, ആഷിഷ, റോയിൻ, മെത്താഫെറ്റമിൻ, LSD. ഇതിൽ ടാർഗറ്റുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ VIP, കോളേജ് സ്കൂൾ സ്റ്റുഡൻസ്, പെൺകുട്ടികളുണ്ട്, പിന്നെ ഇവർ ബിസിനസ്സുകാർ, സിനിമാ താരങ്ങൾ, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, നടന്മാർ, നടിമാർ, അവരൊക്കെ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ, ഇതൊക്കെ ഈ കൂട്ടത്തിൽ ക്ലയൻസ് ആയിട്ട് ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ അണ്ണാമലയിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പ്രസംഗിക്കുമ്പോൾ ഈ അവിടുത്തെ ഭരണകർത്താക്കൾ ഡ്രഗ് കാർട്ടലിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്ന് മോദി ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ടായി. അപ്പോൾ ഇത് ദേശീയ ശ്രദ്ധയിലേക്കും പോയിട്ടുണ്ട്. ഇത് സേലത്ത് പിടിച്ച ആളുടെ പേര് ബാലാജി എന്നായിരുന്നു, 50 വയസ്സുള്ള ആള്. അയാൾക്കാണ് ഈ കേരളത്തിലെ വിതരണക്കാരൻ ഒക്കെ അയാൾക്ക് ആ ശൃംഖലയൊക്കെ ഉണ്ടായിരുന്നത്. ആ ശൃംഖലയിൽപ്പെട്ടയാളാണ് ഈ സാദിഖ് എന്ന് പറഞ്ഞ നിർമ്മാതാവ് എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അയാൾ ക്രിപ്റ്റോ കറൻസി കൈമാറിയിട്ടാണ് ജർമ്മനിയിൽ നിന്നൊക്കെ ഡാർക്ക് വെബിലേക്ക്, ഡാർക്ക് നെറ്റ് എന്നും പറയും, ഡാർക്ക് വെബ് എന്നും പറയും, അതുവഴി ആളുകൾക്ക് വിറ്റുകൊണ്ടിരുന്നത്. കൊറിയറിലും ഇയാൾ ഓർഡർ ഡാർക്ക് വെബിലെടുത്തിട്ട് ഇന്ത്യ പോസ്റ്റ് വഴി കൊറിയറിൽ ആളുകൾക്ക് കൊടുത്തിരുന്നതായിട്ട് ഇത് DMK സംബന്ധിച്ച് അവരുടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ അപജയത്തിലേക്കാണ് പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രാജ്യവുമായി ബന്ധപ്പെട്ട് അയാളുടെ നേരത്തെ 2G കേസുമായി ബന്ധപ്പെട്ട് 3ാമത്തെ ഒരു ഇൻസ്റ്റാൾമെന്റ് അണ്ണാമലൈ വേറൊരു വീഡിയോയും പുറത്തിറക്കിയിരുന്നു. അപ്പോൾ പൊതുവെ ഡ്രഗ് കാർട്ടല് ഇങ്ങനെ സ്കാൻഡലുകളുടെ ഒരു കേന്ദ്രമായിട്ട് സ്റ്റാലിൻ്റെയും മകൻ്റെയും കാലഘട്ടത്തിൽ ഇത് മാറുന്നു എന്ന് പോലീസ് പശ്ചാത്തലമുള്ള അണ്ണാമലൈ തമിഴ്നാട്ടിൽ ശരിക്കും BJPക്ക് വേരുകളില്ലാത്തത് കൊണ്ട് പറയുന്ന കെട്ടിയുണ്ടാക്കപ്പെടുന്ന ഒരു കഥ എന്ന് രാഷ്ട്രീയ വേരുകൾ ഉണ്ടായി വരികയാണ്. കാരണം അവിടെ BJP ഒറ്റയ്ക്കാ മത്സരിക്കുന്നത്. അണ്ണാ DMKയുടെ വാലൊന്നുമില്ല. അടുത്ത തവണ പ്രശാന്ത് കിഷോർ പോലും പറഞ്ഞിട്ടുണ്ട് 15% മുതൽ 20% വരെ വോട്ട് BJP നേടാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ ഇപ്പോൾ ഇന്ത്യ TVയുടെ സർവേയിൽ 4 സീറ്റ് നേടും എന്ന് സർവേ പറഞ്ഞിട്ടുണ്ട് BJPക്ക്. അത് 4 എന്നുള്ളത് മിനിമം ആയിട്ടാണ്. ഈ സന്ദർഭത്തിൽ ഇതൊക്കെ പൊങ്ങി വരുമ്പോൾ അതൊരു രാഷ്ട്രീയ ആയുധമാണെന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കാണെന്നും അവർ പറഞ്ഞു വെക്കില്ലേ? അവർക്ക് പറയാം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കേസ് പിടിച്ചിരിക്കല്ലേ. ഡ്രഗ് കേസിൽ ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായി നേരിടുന്ന പിണറായി വിജയൻ പറയുന്ന പോലെ രാഷ്ട്രീയമായിട്ട് നേരിടാൻ പറ്റില്ലല്ലോ, ക്രിമിനൽ ഒഫൻസ് അല്ലേ. തീർച്ചയായിട്ടും. മാത്രമല്ല അത് ഈ അടുത്ത സന്ദർഭങ്ങളിൽ ആവുമ്പോഴത്തേക്കുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ അടുത്ത സന്ദർഭത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ചോദ്യം. ഇത് സത്യത്തിൽ ജനുവരിയിൽ ഈ ഗുജറാത്തിൽ നിന്നൊക്കെയുള്ള കണ്ടെയ്നേഴ്സൊക്കെ ഇങ്ങനെ ഈ ഡ്രഗൊക്കെ ആയിട്ട് പിടിച്ചതുമൊക്കെ ഉണ്ട്.
അത് അണ്ണാമല തന്നെ പറഞ്ഞിട്ടുണ്ട് 1200 കോടി രൂപയുടെ ഈ ഗുജറാത്തിൽ നിന്ന്. ശരിക്കും ഈ പറയുന്നത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ല സർ. ബിസിനസ്സുകാർ, കോളേജ് വിദ്യാർത്ഥികൾ, രാഷ്ട്രീയക്കാരുടെ മക്കൾ ഒക്കെ തന്നെയാണ് ഇതിന്റെ ഉപഭോക്താക്കൾ. അതെ, അവർ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവരെ മുഴുവൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിന് പുറമെയാണ് ഈ കൊടുത്ത രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്ത ഡൊണേഷൻ, സംഭാവനയൊക്കെ അത് ഇവർക്കൊരു എക്സ്ക്യൂസിന് വേണ്ടി രക്ഷപ്പെടാൻ. ഇത് ഇപ്പോൾ ഈ നടന്ന ഒരു സംഭവം മാത്രമല്ല. മാർച്ച് 1-ാം തീയതി 150 കോടി രൂപ വരുന്ന ഈ മെംഫാത്തമിൻ അത് ശ്രീലങ്കയിലേക്ക് കടത്തുമ്പോൾ മധുരയിലും ചെന്നൈയിലും വെച്ച് പിടിച്ചിട്ടുണ്ട് ഈ മാർച്ച് 1-ാം തീയതി. ഇതിപ്പോൾ നേരത്തെ ഞാൻ 1 കോടി രൂപയുടെ കാര്യമാണല്ലോ പറഞ്ഞത്. 150 കോടി രൂപയുടെ പിടിച്ചിട്ടുണ്ട് മയക്കുമരുന്ന്. DRI പിടിച്ചു. അത് ഒരാഴ്ച മുമ്പാണത്. അല്ല, ഒരാഴ്ച തന്നെ ആയിട്ടില്ല, മാർച്ച് 1 എന്ന് പറയുമ്പോൾ. എന്നിട്ട് അപ്പോൾ ഈ സിനിമയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണല്ലോ ഈ രാഷ്ട്രീയ പാർട്ടികൾ അവിടുത്തെ. അതുകൊണ്ടാണ് ഈ ഫിലിം ലിങ്കും കൂടി ഈ വന്ന് DMK പെട്ട് കിടക്കുന്നത്. ഇപ്പോൾ DMKയിലെ 2 ഭാരവാഹികളെയാണ്. തീർച്ചയായും സാർ, ഇതൊരു വളരെ ഒരാളെ പുറത്താക്കുകയും ഒരാളെ മാറ്റുകയും ചെയ്തിരിക്കുന്നത്. 1200 കോടി രൂപയുടേത് ഗുജറാത്ത് തീരത്ത് നിന്നിട്ട് 30 കിലോ ആയിരുന്നു ഈ മെത്താംഫെറ്റമൈൻ. സാർ, ഇത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുമല്ലേ ഇത്രയും മാറിയിരിക്കുകയാണെന്നുള്ളത്. എന്തായാലും ഇത്തരത്തിൽ സീരിയസ് ആയ ഒരു വിഷയത്തിന്റെ അണ്ണാമലൈ പറഞ്ഞപ്പോൾ കേരളവും ഈ ഡ്രഗിന്റെ ഒരു വലിയ കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം 8 പേരെ ഇവിടെ നിന്ന് പിടിച്ചല്ലോ. അത് ഈ ഇത്തരം സംഗതികൾക്കൊക്കെ ഒരു സേഫ് ഹേവനായിട്ട് മാറിയിരിക്കുകയാണ് കേരളം. ഈ നമ്മൾ പറയുന്ന ഭീകരന്മാർക്ക് നിർബാധം പരിഹരിക്കാവുന്നൊരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു. ഈ 8 പേരുടെ പേര് ഞാൻ കണ്ടിട്ടില്ല. അത് ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല. കാരണം ഈ കൂടുതൽ അന്വേഷിക്കാനുള്ളത് കൊണ്ടായിരിക്കും ഈ ഓരോ സ്ഥലത്തെയും പേരുകളൊക്കെ പറയാത്തത്. എന്തായാലും സാർ, ഞെട്ടിപ്പിക്കുന്ന ഇത്തരം വിവരങ്ങളുടെ എന്താ പറയുക, സാറ് പറയുന്ന പോലെ അവരുടെ പേരുകൾ കൂടെ കേൾക്കുമ്പോൾ കേരളം ഒരുപക്ഷെ ഞെട്ടിയേക്കാം. അതും അതായത് ഇവിടെ എന്ത് വൃത്തികേട് നടന്നാലും രാജ്യത്ത് മയക്കുമരുന്ന് ഇതൊക്കെ വലിയ തുകകളുടെയാണിത്. 1200 കോടി 150 കോടി എന്നൊക്കെ പറയുമ്പോൾ പിടിച്ച ശേഷമാണ് പറഞ്ഞിരിക്കുന്നത് അത്രയും വർത്താണെന്നുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ വൃത്തികേടിനും മലയാളികളുമായിട്ട് ബന്ധം വരുന്നു. ഇതൊക്കെ എന്നിട്ട് ഇവിടെ പോലീസ് ഒന്നും ശ്രദ്ധിക്കുന്നുമില്ല, ഇവിടെ അന്വേഷകരും ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് ഇതെല്ലാം തന്നെ മൂടി വയ്ക്കപ്പെടുകയുമാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ പിടിച്ച ശേഷവും ഫെബ്രുവരി 22-നൊക്കെ ഇത്ര വലിയ നെറ്റ്വർക്കിനെ പൊളിച്ചിട്ടും ഈ കാര്യങ്ങൾ വന്നില്ല. ഈ DMKയുടെ ഈ സിനിമാ പ്രൊഡ്യൂസറായ നേതാവിനെ പിടിച്ചിട്ട് ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ അയാളുടെ പേരായിരിക്കും. കാരണം എന്താണ് അയാളുടെ പേര്? ജാഫർ സാദിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഖ്യധാരാ മാധ്യമം കൊടുക്കില്ല. സിംഹത്തിൻ്റെ പേര് അക്ബർ എന്നാണെങ്കിൽ സിംഹത്തിൻ്റെ പേരും കൊടുക്കില്ല. മാത്രമല്ല ഇയാളുടെ നേരത്തെ മങ്കൈ എന്ന് പറഞ്ഞൊരു സിനിമയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിൽ പാട്ട് പുറത്തിറക്കിയത് ഉദയനിധിയുടെ ഭാര്യ കൃതിക ഉദയനിധി. അവരാണ് പാട്ട് പുറത്തിറക്കിയത്. DMKയുമായിട്ട് നേരിട്ട് ബന്ധം വരുന്ന ഒരു പിടുത്തമാണ് ഇപ്പോൾ നാർക്കോട്ടിക്. എന്തായാലും തമിഴ് സിനിമാ മേഖലയും തമിഴ് രാഷ്ട്രീയവും അവിടവും കടന്ന് കേരളത്തിലേക്ക് ഇത്തരത്തിലുള്ള മാഫിയകൾ, അതിൽ കേരളത്തിനും ബന്ധം. അത് നമുക്ക് എന്തായാലും അത് ഭയപ്പെടേണ്ടതാണ് എന്ന് തന്നെ പറയേണ്ടി വരില്ല സാർ? തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.